ചടങ്ങുകൾ ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന തേക്കടി രാജൻ സാറിനെ ക്ഷണിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം വന്ദേഹം ഗണനായകം. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുവാനായി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ കൺവീനർ ജി വിജയകുമാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു കൃത്യസമയത്ത് ആരംഭിക്കാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും ആരംഭിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ നേരിട്ട് ആ കർത്തവ്യത്തിലോട്ട് കടക്കുകയാണ്. വയലാർ സാംസ്കാരിക സമിതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയലാർ സാംസ്കാരിക വേദിയെക്കുറിച്ച്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി കഴിഞ്ഞ 17 വർഷം കൊണ്ട് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാംസ്കാരിക രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ രംഗത്തായാലും ആതുര സേവന രംഗത്തായാലും ഒട്ടനവധി പ്രവർത്തനങ്ങൾ പറയാനുണ്ട്. അത് പറയുകയാണെങ്കിൽ ഒരു ദിവസം ഞങ്ങൾക്ക് നീക്കില്ല. അതുകൊണ്ട് തന്നെ അതിലോട്ടൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. നിങ്ങൾക്കറിയാം, വയലാറിൻ്റെ കഴിഞ്ഞ 5 ദിവസമായിട്ട് വയലാറിൻ്റെ അനുസ്മരണീയമായ ഗാനങ്ങളും വയലാർ പോലെ തന്നെ പി ഭാസ്കരൻ, ജോൺസൺ മാഷ്, ബിച്ചു തിരുമല തുടങ്ങിയ അനേകം മലയാളത്തിലെ പ്രിയങ്കരായ എഴുത്തുകാരുടെയും സംഗീത സംവിധായകരുടെയും ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള അവിസ്മരണീയമായ ഗാനങ്ങൾ ഈ വേദിയിൽ മുഴങ്ങിക്കേട്ടതാണ്. ഇന്നും അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തരായ സലിൽ ചൗധരി, യൂസഫ് അലി കച്ചേരി, AT ഉമർ, ബിച്ചു തിരുമല തുടങ്ങിയവരുടെ അതിമനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അതിപ്രശസ്തരായ ചലച്ചിത്ര പിന്നണി ഗായകർ പങ്കെടുക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലോട്ട് കിടക്കുന്നില്ല. ഇന്ന് വയലാറിൻ്റെ സാഹിത്യ, അതായത് സിനിമയിൽ അദ്ദേഹം സിനിമാ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള അനുസ്മരണ സമ്മേളനമാണ്. ഈ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കിടക്കുകയാണ്. ഇന്ന് ഈ സദസ്സിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് വയലാർ സാംസ്കാരിക വേദിയുടെ ഉത്സവ കമ്മിറ്റിയുടെ സാംസ്കാരികോത്സവത്തിൻ്റെ ചെയർമാൻ ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസം മുമ്പ് അദ്ദേഹം ഒരു വേദിയിൽ അധ്യക്ഷനായിരുന്നു മറ്റൊരു സാംസ്കാരിക സമ്മേളനത്തിൽ. ഞാൻ അന്ന് അദ്ദേഹത്തെ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന നഗരിയുടെ ഒരു സാംസ്കാരിക മുഖമാണ്. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. വിഴിഞ്ഞം തുറമുഖത്തെ ലോജിസ്റ്റിക്കിൻ്റെ അറിയപ്പെടുന്ന ഏക മലയാളി ആണ്. അതായത് കഴിഞ്ഞ ഏകദേശം 1.5 വർഷം കൊണ്ട് തന്നെ 130ഓളം കോടി രൂപ കേരള ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്നത് മീഡിയേറ്ററായിട്ട് നിന്ന വ്യക്തിയാണ്. അവിടുന്ന് ലോജിസ്റ്റിക്കിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അദാനി അയച്ചു തരുന്ന എല്ലാ സാധനങ്ങളും ക്ലിയർ ചെയ്ത് ആ ക്ലിയറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വളരെ കുറച്ച് മലയാളികൾ മാത്രമാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ആ തുറമുഖത്തിലെ പ്രധാനപ്പെട്ട റോൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്തതായിട്ട് ബഹുമാന്യായ ഞങ്ങളുടെ മുഖ്യ അതിഥി, അദ്ദേഹം നമുക്കറിയാം സംസ്ഥാനത്തെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി, ഇപ്പോൾ MLA ആണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് വയലാർ സാംസ്കാരിക വേദിയെ സംബന്ധിച്ചോളം ഞങ്ങളുടെ
ഞങ്ങളുടെ ഒരു ഭാഗമാണ് അദ്ദേഹം. ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിക്ക് എന്തുണ്ടെങ്കിലും ചെന്ന് പറയുവാനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായി കൂടെ നിന്ന് തോളോട് തോൾ കൈയിട്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നതിൽ ഉപരിയായിട്ട് അതിലുപരിയായിട്ട് നമുക്ക് ഒട്ടേറെ സാംസ്കാരിക രാഷ്ട്രീയ ആൾക്കാർ ഞങ്ങൾക്കുണ്ടെങ്കിലും അതിൽ മുൻഗണനയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ശ്രീ ആന്റണി രാജു. വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഇന്നിവിടെ ആശംസാ പ്രസംഗം നടത്തുന്നത് പ്രശസ്ത കവി ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറാണ്. സാംസ്കാരിക രംഗത്ത് തിരുവനന്തപുരം നഗരിയുടെ ഒരു പ്രത്യേക മുഖമാണ്. സൗമ്യനാണ്. മനോഹരമായ കവിതകൾക്കും അനേകം ശിഷ്യന്മാർക്കും ഉടമനാണ്. നല്ലൊരു വാഗ്മിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഇന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ ഈ ഗാനമേള ഇന്ന് നയിക്കുന്നത് പ്രശസ്ത ഗായകൻ ശ്രീ ഖാലിദ് ആണ്. ഖാലിദിനെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഏകദേശം 30ഓളം സിനിമകളിൽ പാട്ട് ഇതിനകം പാടിക്കഴിഞ്ഞു. മലയാളത്തിലെ പ്രിയ ചലച്ചിത്ര ഗായകര രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ശ്രീ ഖാലിദിനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചലച്ചിത്ര പിന്നണി ഗായകനാണ് ശ്രീ തേക്കടി രാജൻ. വളരെ റേഞ്ചുള്ള ഗാനങ്ങൾ അതിമനോഹരമായി 7 സ്വരം പോലെ റേഞ്ചുള്ള വളരെ ടോപ്പിൽ നിൽക്കുന്ന ഗാനങ്ങൾ അതിമനോഹരമായി ഇന്ന് നിങ്ങൾക്കത് നമുക്ക് ബോധ്യമാവും. ഗാനങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിവുള്ളൊരു പ്രത്യേക ചാരുദ്യമുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം. ശ്രീ തേക്കടി രാജനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സിന്ധു പ്രതാപ്, നമുക്കൊക്കെ യേശുദാസിനോടൊപ്പം തന്നെ ആ പാട്ട് ഞാനിന്നിവിടെ പറയുന്നില്ല, ഒപ്പം അനേക ഗാനങ്ങൾ പാടുകയും ഒട്ടേറെ ഗാനങ്ങൾ നമുക്കിപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോഴായിരിക്കും ഈ പാട്ട് ഈ ആളാണോ പാടിയെന്നുള്ളത്. അത്രത്തോളം പുതിയ കുറച്ച് കലാകാരന്മാർ വന്നപ്പോൾ ഇവരെ പോലെയുള്ളവർ അറിയാതായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അറിയേണ്ട വ്യക്തികളാണ് ഇവരെല്ലാം. അത്രത്തോളം മലയാള ചലച്ചിത്ര രംഗത്ത് സംഭാവന ചെയ്ത വ്യക്തിയാണ്. വളരെ ബഹുമാനത്തോടു കൂടി ശ്രീമതി സിന്ധു പ്രതാപിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നിപ്പം ഇവിടെ അതിമനോഹരമായ ഡാൻസ് അവതരിപ്പിച്ച നിംസ് കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ടീം ലീഡറും അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയുമായ ആര്യ ആണ് ഇന്ന് ഇതിൻ്റെയൊക്കെ നയിച്ചത്. ആര്യയെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൻ്റെ ആരോ പറയും പോലെ പ്രോട്ടോണും ന്യൂട്രോണും ചക്രവാളം ഇങ്ങനെ എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്നൊരു കേന്ദ്ര ബിന്ദുവുണ്ട്. അതാണ് വയലാർ സാംസ്കാരിക വേദിയുടെ കേന്ദ്ര ബിന്ദുവാണ് ശ്രീ മണക്കാട് രാമചന്ദ്രൻ. ഞങ്ങൾ അതിനോടൊപ്പം ന്യൂട്രോണിനും ഇലക്ട്രോണിനും ഒപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരിൽ നിന്നാണ് ഞാനും ഗോവനും മുക്കമ്പാലയൊക്കെ. അതിൻ്റെ കേന്ദ്ര ബിന്ദു ഊർജ്ജ ബിന്ദു ശ്രീ മണക്കാട് രാമേന്ദ്രനാണ്. വളരെ ബഹുമാനത്തോടു കൂടി ഈ ഏകോപനങ്ങൾ നടത്തുന്ന ശ്രീ മണക്കാട് രാമേന്ദ്രനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞങ്ങളെ സാമ്പത്തിക പെട്ടി സൂക്ഷിക്കുന്നത് ശ്രീ ഗോവൻ ശാസ്താമകലാണ്. തിരുവനന്തപുരത്ത് നിന്നല്ല, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ചരിത്രകാരൻ കൂടിയാണ്. വളരെ ബഹുമാനത്തോടുകൂടി ഗോവനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ വനിതാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സതീത്തമ്പി, സെക്രട്ടറി ഉൾപ്പെടെ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ ചടങ്ങിന് അധ്യക്ഷ പ്രസംഗം നടത്തുവാനായി ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊടുക്കും. ആദരണീയ ഉദ്ഘാടകനും മുൻ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും ഈ മണ്ഡലത്തിൻ്റെ MLAയുമായ ആദരണീയ ആന്റണി രാജു MLA സാർ അവർകൾ, ആദരണീയ ജ്യേഷ്ഠ സഹോദരനും എൻ്റെ അധ്യാപകനുമായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ, ഇന്ന് പഴയ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി നമ്മുടെ മുമ്പിൽ സംഗീത വിരുന്നൊരുക്കുന്ന ശ്രീ പ്രശസ്ത പിന്നണി ഗായകൻ ഖാലിദ് ആൻഡ് തേക്കടി രാജൻജി, അതുപോലെ തന്നെ പഴയകാല ഗാനങ്ങൾക്ക് യേശുദാസോടൊപ്പം മാധുര്യം നൽകിയ സിന്ധു പ്രതാപ്, നമ്മുടെ നിംസ് മെഡിസിറ്റിയുടെ നേഴ്സിംഗ് ഹെഡായ ശ്രീമതി ആര്യ, വിജയകുമാർജി സൂചിപ്പിച്ച പോലെ നമ്മുടെ സംഘടനയുടെ പുറകെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന
നമ്മുടെ പ്രിയങ്കരനായ എല്ലാമെല്ലാമായ സെക്രട്ടറി മണക്കാട് രാമചന്ദ്രൻജി, ട്രഷറർ ഗോപൻ ശാസ്തമംഗലം, വനിതകളെ നയിക്കുന്ന സതി തമ്പി ചേച്ചി, മിനി ദീപക്, അതുപോലെ പറയുന്ന ഒരുപാട് സരിത, അനിത, മറ്റു ജ്യേഷ്ഠ സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരിയുടെ ഒരു സാംസ്കാരിക സന്ധ്യയാണ് കഴിഞ്ഞ 5 ദിവസമായിട്ട് ഈ പത്മതീർത്ഥത്തിൻ്റെ കരയിൽ നടക്കുന്നത്. മഹാനായ വയലാറിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ കേരളക്കരയിൽ വരികൾ നമ്മളെന്നും ഓർക്കുകയാണ്. അതിന് കൂടുതൽ അനുഭവവും വയലാർ സാറിനോടൊപ്പം യാത്ര ചെയ്ത അന്നത്തെ അംബാസഡറിൽ ഇരിക്കുന്ന മകൻ്റെ കൂട്ടുകാരൻ കൂടിയായ നമ്മുടെ പഴയ മന്ത്രി അനുഭവങ്ങൾ ഇവിടെ അനുസ്മരിക്കും. വളരെ ദീർഘദൂരം വയലാർ സാറിനോടൊപ്പം യാത്ര ചെയ്ത ആൻ്റണി രാജു സാർ അവർകൾ വളരെ നല്ല രീതിയിൽ വയലാറിനെ അനുസ്മരിക്കുവാൻ ഈ വേദിയിൽ യോഗ്യനാണ്. കാരണം വയലാറുമായിട്ടുള്ള സന്തത സഹചാരിയും അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം മുൻനിർത്തി നമ്മുടെ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. 7 മണിക്ക് തന്നെ നമ്മുടെ ഖാലിദ് ജിയുടെയും തേക്കടിയുടെയും എല്ലാം സിന്ധു പ്രതാപിൻ്റെ എല്ലാം ഗാനങ്ങൾ കേൾക്കുവാൻ എത്തിയിരിക്കുന്ന ഈ സദസ്സിൻ്റെ മുമ്പിൽ വലിയൊരു ബോറനായിട്ട് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ് 17 വർഷം ഈ സംഘടന അനന്തപുരിയിൽ തഴച്ചു വളരുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞ് മക്കൾക്ക് വേണ്ടിയെല്ലാം പ്രയത്നിച്ച് നമ്മൾ ഈ സദസ്സ് നോക്കുമ്പോൾ അറിയാം, യുവതി യുവാക്കൾ വിരളമാണ്. നമ്മൾ പാടുപെടുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കൾ അവസാനഘട്ടം നമ്മളെ നോക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഈ 5 ദിവസത്തെ സദസ്സും ഇവിടെ കാണുന്നത് 55-ന് മുകളിലുള്ള മുഖങ്ങളാണ്, സുഹൃത്ത് ബന്ധങ്ങളുള്ളവരാണ്. അപ്പോൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും കരുതുവാൻ പെൻഷനായിട്ടുള്ള നമ്മളെപ്പോലുള്ളവർ തയ്യാറാകുന്നില്ല. അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അമ്മയെക്കൊണ്ട് ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞ് കോച്ചറ പരബ്രഹ്മത്തിട്ടിട്ട് വരുന്നതും ആ അമ്മ സുഗതകുമാരി ടീച്ചറിൻ്റെ മലയും കീഴിലുള്ള അഭയിൽ താമസിക്കുന്ന ചരിത്രങ്ങളുള്ള ഒരു നഗരവും കൂടിയാണ് അനന്തപുരി. അപ്പോൾ നമ്മൾ നമ്മുടെ ചേഷാറേയും കൊച്ചുമക്കളെയും മക്കളെയും വളർത്തി നമ്മുടെ പെൻഷനും ജീവിതത്തിൻ്റെ 55 വർഷം ഒഴിഞ്ഞു വച്ചിട്ട് അവസാനമായിട്ട് നമുക്ക് കിട്ടുന്നത് പുറം ലോകമാണ്. ആ ഒരു അനുഭവ സമ്പത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് വയലാർ സാംസ്കാരിക വേദി ഇത്തരത്തിലുള്ള സായം സന്ധ്യകൾ ഒരല്പനേരം മനസ്സ് തുറന്ന് ചിരിക്കുവാനും ഒരു സ്നേഹബന്ധം പുതുക്കുവാനും ഇത്തരത്തിലുള്ള സായാഹ്നങ്ങൾ അനന്തപുരിയിൽ ഒരുക്കുന്നത്. ആ കൂട്ടായ്മയ്ക്ക് വേണ്ട പിന്തുണ നൽകുന്നത് നമ്മുടെ പെൻഷൻസും വയസ്സായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരന്മാരും സഹോദരിമാരുമാണ്. ആ കാരുണ്യം ശിരസാവഹിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. സ്നേഹപൂർവം ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ KSRTCക്ക് ഒരു മാനം തന്നെ കാത്തു സൂക്ഷിച്ച 10 രൂപ ബസ് തലസ്ഥാന നഗരിയിൽ പാവങ്ങൾക്ക് വേണ്ടി ഇട്ട 30 രൂപ കൊണ്ട് തിരുവനന്തപുരം നഗരം കാണിച്ച പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട MLA ആന്റണി സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ സാംസ്കാരികോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ എൻ്റെ ബഹുമാനായ സുഹൃത്ത്, വയലാർ സാംസ്കാരിക ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രശസ്ത കവി ബഹുമാനായ ശ്രീ കാര്യവട്ടം ശ്രീകുമാരൻ നായർ അവർകളെ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവും മുന്നണിയിലും പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന നേതാവ് ശ്രീ മണക്കാട് രാമേന്ദ്രൻ, അതുപോലെ തന്നെ അദ്ദേഹവുമായി കൈകോർത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ അഹോരാത്രം പാടുപെടുന്ന ഇതിൻ്റെ കൺവീനർ ശ്രീ വിജയകുമാർ, ശ്രീ ട്രഷറർ ശ്രീ ഗോപൻ ശാസ്തമംഗലം, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നിംസ് കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ പ്രതിനിധി ശ്രീമതി ആര്യ, ഇവിടെ നിങ്ങൾ ആവേശത്തോടുകൂടി ഗാനസന്ധ്യയിൽ അലിയാൻ നിങ്ങൾ കാത്തിരിക്കുന്ന
പിന്നണി ഗായകരായ പ്രശസ്ത പിന്നണി ഗായകരായ ശ്രീ ഖാലിദ്, ശ്രീ തേക്കടി രാജൻ, ശ്രീമതി സിന്ധു പ്രതാപ്, പ്രിയമുള്ള അതുപോലെ അപർണ നമ്പൂതിരി, അവന്തിക, പ്രമോദ്, നവമി വിഷ്ണു, ദിനേശ് തുടങ്ങി പ്രശസ്തരായ ഗായികമാരും ഗായകന്മാരും പങ്കെടുക്കുന്ന ഒരു ഗാനസന്ധ്യയാണ്. ഇതിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വയലാർ സാംസ്കാരിക വേദിയുടെ പ്രതിഭകളെ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഹൃദയരായ നല്ലവരായ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, വയലാർ സാംസ്കാരികോത്സവത്തിൻ്റെ 17ാമത് എപ്പിസോഡാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 21-ാം തീയതി കേരളത്തിൻ്റെ പ്രിയങ്കരനായ നേതാവ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ബഹുമാനായ ഗോവ ഗവർണർ, നമ്മുടെ എല്ലാം മലയാളികളുടെ ഒരു പ്രതിനിധി കൂടിയായ നമ്മുടെ ഗോവ ഗവർണർ ശ്രീ പ്രിയ ശ്രീധരൻപിള്ള ഉൾപ്പെടെ നിരവധി വ്യക്തിത്വങ്ങളാൽ അവരുടെ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ച ഒരു വേദിയാണ് ഇവിടെ. ഇനിയും 27-ാം തീയതി ഈ പരിപാടിയുടെ 26-ാം തീയതി ഇതിൻ്റെ സമാപന സമ്മേളനമുണ്ട്. അതിലൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ, 27-ാം തീയതിയാണ് സമാപന സമ്മേളനം. 2 മന്ത്രിമാർ കൂടി ഈ സന്ദർഭത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 17ാമത് വയലാർ രാമവർമ്മ സാംസ്കാരിക ഉത്സവം എന്ന് കേൾക്കുമ്പോൾ തന്നെ നഗരനിവാസികൾക്ക് മാത്രമല്ല, അനന്തപുരിയുടെ എല്ലാ വിഭാഗം ആളുകൾക്കും സന്തോഷം, മനൻ കുളിർക്ക് സന്തോഷിക്കുന്ന ഒരു ഉത്സവമാണിത്. പല സാംസ്കാരിക സംഘടനകളും പല കാരണങ്ങൾ കൊണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉദയത്തിൻ്റെ പൊൻകിരണങ്ങൾ തൂകിക്കൊണ്ട് ഒരുപാട് പ്രതീക്ഷ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ് ഈ വയലാർ സാംസ്കാരിക വേദി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വയലാർ സാംസ്കാരിക ഉത്സവം മാത്രമല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്ര. 365 ദിവസവും 12 മാസവും എന്തെങ്കിലും പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ വയലാർ സാംസ്കാരിക വേദി. അത് കലോത്സവങ്ങളോ സാഹിത്യോത്സവങ്ങളോ നൃത്തോത്സവങ്ങളോ ഗാനസന്ധ്യകളോ മാത്രമല്ല, അതതിൻ്റെ ഒരധ്യായം മാത്രമാണ്. എന്നാൽ ഇവിടെ സ്വാഗത പ്രാസംഗ്യൻ ശ്രീ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ നാം അറിയാത്ത നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ നഗരത്തിനും പുറത്തുമുള്ള ബഹുമാന്യരായ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങുകൾ, പലരാലും മറക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട, അംഗീകരിക്കപ്പെടേണ്ടതായ വ്യക്തിത്വങ്ങളെ അവരെ തേടിപ്പിടിച്ച് അവരെ ബഹുജന മധ്യത്തിൽ അവതരിപ്പിക്കാനും അവരെ അംഗീകരിക്കാനും ആദരിക്കാനും കാണിക്കുന്ന ഒരു മനസ്സ് വയലാർ സാംസ്കാരിക വേദിയുടെ പ്രത്യേകതയാണ്. ചില പ്രമുഖരായ ആളുകൾ പ്രായാധിക്യം കൊണ്ട്, ഇവിടെ അധ്യക്ഷൻ മുഖംപോലെ സൂചിപ്പിച്ചല്ലോ, പ്രായാധിക്യം കൊണ്ട് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്തവർ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ, അങ്ങനെയുള്ള സാംസ്കാരിക സാമൂഹ്യ കലാരംഗത്തെ പ്രതിഭകളെ, പ്രായാധിക്യം കൊണ്ട് വീട്ടിൽ തളയ്ക്കപ്പെട്ടു പോയവരെ വീട്ടിൽ പോയി ആദരിക്കുന്ന ചടങ്ങ് വരെ നമ്മുടെ വയലാർ സാംസ്കാരിക വേദി മാത്രമാണ് നടത്തുന്നത്. വേറെ ആരും അങ്ങനെ പോവില്ല. അവരുടെ വീട്ടിൽ ഉദ്ഘാടകനും അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും എല്ലാം പോവുകയാണ്. ആ വീട്ടിൽ പോയി ആ വ്യക്തിയെ സന്തോഷിപ്പിക്കുന്ന ചടങ്ങുകൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതും വയലാർ സാംസ്കാരിക വേദിയുടെ മാത്രം പ്രത്യേകതയാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടിയിലൂടെ നമ്മുടെ നഗരജീവിതത്തെ മാത്രമല്ല, അനന്തപുരിയുടെ ജീവിതത്തെ ഉജ്ജ്വലമാക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി നമ്മുടെ വയലാർ സാംസ്കാരിക വേദി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രമുഖരായ വ്യക്തിത്വങ്ങളെല്ലാം ഈ സാംസ്കാരിക വേദിയുടെ അരങ്ങിൽ പല ഘട്ടങ്ങളിലായി എത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ 21-ാം തീയതി തുടങ്ങി 27-ാം തീയതി അവസാനിപ്പിക്കുമ്പോൾ ഒരു ഉദ്ഘാടന സമ്മേളനം കാണും, ഒരു സമാപന സമ്മേളനം കാണും. അല്ലാതെ എല്ലാ ദിവസവും ഒരു ഉദ്ഘാടനം വയ്ക്കാറില്ല. പക്ഷേ വയലാർ സാംസ്കാരിക വേദി മണക്കാട് രാമേന്ദ്രൻ എല്ലാ ദിവസവും ഉദ്ഘാടനം വയ്ക്കുന്നതിന് ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ പങ്കെടുപ്പിക്കണമല്ലോ, ഒരു അവസരം ഞങ്ങൾക്കും തരണമല്ലോ.
മറ്റേ 2 പേർക്ക് മാത്രമേ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളെയും കൂടെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ ഓരോ ദിവസവും ഓരോ സമ്മേളനങ്ങൾ വെച്ച് അങ്ങനെ ഒരു പരിപാടിയെ നമ്മൾ കുറെ കൂടി അർത്ഥവത്താക്കുന്ന ഒരു ചിത്രം കൂടി ഇവിടെ തെളിയുകയാണ്. ഇവിടെ ഇന്ന് നൃത്തസന്ധ്യ കഴിഞ്ഞു. ഞാൻ വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു വളരെ മനോഹരമായ നൃത്തങ്ങളാണ് ഇപ്പോൾ കടന്നുപോയത്. കാണാതെ പോയുള്ള വിഷമം എന്നെ കൂടെ ടീച്ചർ പറഞ്ഞ് നൊമ്പരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കൂടെ പറഞ്ഞ് നല്ല നൃത്തമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ എനിക്ക് കൂടെ കാണാമായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഗാനസന്ധ്യയുണ്ട്. കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ പല ആഗ്രഹങ്ങളും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടപ്പാക്കാൻ പറ്റാറില്ല. കാരണം അടുത്ത പരിപാടിക്ക് പോയില്ലെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞങ്ങളുടേതായ പരിമിതികളുള്ളതുകൊണ്ടാണ് പലപ്പോഴും പൂർണ്ണമായി പരിപാടികളിൽ ഞങ്ങൾക്ക് തന്നെ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആസ്വദിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കാണ്, ഞങ്ങൾക്ക് പലപ്പോഴും കിട്ടാറില്ല. ഞങ്ങൾക്കിങ്ങനെ ഉദ്ഘാടനം കഴിയുക, പോവുക, അടുത്തടുത്ത് പോയി ഉദ്ഘാടനം ചെയ്യുക, സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുക, മരണങ്ങളിൽ പങ്കെടുക്കുക, കല്യാണങ്ങളിൽ പങ്കെടുക്കുക, വികസന പ്രവർത്തനങ്ങൾ നോക്കുക, ചർച്ച ചെയ്യുക. അങ്ങനെയുള്ളൊരു ജീവിതമാണ് രാഷ്ട്രീയക്കാരുടെ. നോക്കുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ജീവിതം എന്ത് പരമസുഖമെന്ന് ധരിക്കുന്നവരും ഉണ്ടല്ലോ. ഇല്ലേ? അങ്ങനെയും ഉണ്ട്. ഒരു ദിവസം ഞങ്ങൾ എത്ര ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫിന് വരുന്ന ഫോൺ കോളുകൾ, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പാസ് ചെയ്യുമ്പോൾ, ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ അവരുടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്പർ പിന്നെ തിരിച്ചു വിളിച്ച്, അപ്പോൾ അങ്ങനെ ഉള്ള സമയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിമിതമായതുകൊണ്ടാണ് ഞങ്ങൾ മുഴുവൻ സമയവും ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പങ്കെടുക്കാൻ കഴിയാതെ പോകും. ഇവിടെ വന്നിരിക്കുന്ന കലാകാരികൾ, കല എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ദാനമാണത്. എല്ലാവർക്കും കിട്ടുന്നതുമല്ല. പിന്നെ നമ്മൾ പാട്ടുകാരാണെന്ന് വെച്ചാൽ നമ്മളെല്ലാം പാട്ടുകാരാണ്. നമ്മൾ വീട്ടിൽ കയറി ടോയ്ലറ്റിൽ കക്കൂസും അടച്ചു നിന്നുകൊണ്ട് നമ്മൾ പാടിയാലും പാട്ട് തന്നെയാണ്. അങ്ങനെ പാടി നമ്മൾ തന്നെ ആസ്വദിക്കും. കേൾക്കാൻ ആരും ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ പാടുന്ന പാട്ടാണ് നമുക്ക് ഏറ്റവും മനോഹരമായ പാട്ടുകൾ. നമ്മളും പാട്ടുകാരാണല്ലോ, പാടാൻ അറിയാത്ത ആരാണല്ലോ. പക്ഷേ ചിലർക്ക് ദൈവം അത് ദാനമായി നൽകിയിട്ടുണ്ട്. കാരണം അവർ പാടുമ്പോഴാണ് കേൾക്കാൻ ആസ്വദിക്കാൻ ആളുണ്ടാകുന്നത്. അല്ലാതെ പാട്ടറിയാത്ത ഞാനോ മണക്കാട് രാമേന്ദ്രനോ ഒന്ന് പാടിയാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഇതൊരൊറ്റ മനുഷ്യൻ കാണില്ല, മൈക്ക് ഓപ്പറേറ്റർ പോലും സ്ഥലം വിടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ സാഹസത്തിന് മുതിരാറില്ല. പണ്ടൊക്കെ ഇടയ്ക്കൊക്കെ മുതിർന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം ഞങ്ങളാരും അങ്ങനെ മുതിരാറില്ല. കാരണം അതിന് ദൈവം നിയോഗിക്കപ്പെട്ട ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്ന പാട്ടുകാർ. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, ഒരു അനുഗ്രഹമാണ്, ഒരു കൃപയാണ്. അതെല്ലാവർക്കും ദൈവം കൊടുക്കൂല, എല്ലാം കൊടുക്കൂല. അപ്പോൾ ആ ഒരു മഹത്തായ ദാനം ലഭിച്ച ആളുകളുടെ ഒരു പ്രകടനമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അവരുടെ വെറുതെ ദാനം കിട്ടിയതുകൊണ്ട് മാത്രം പാടാനൊക്കില്ല. അതെത്രയോ നാള് അതിന് പഠിച്ച് പരിശീലിച്ച് അതിനെ സ്ഫുടതയുണ്ടാക്കി വ്യക്തത വരുത്തി ഗാനത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി നന്നായി അത് അവതരിപ്പിക്കുവാനുള്ള കഠിനമായ പരിശ്രമം എത്രയോ കാലം കൊണ്ടാണ് അവർ നേടിയെടുക്കുന്നത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ദൈവികമായ ഒരു ദാനം കിട്ടിയവരുടെ കലാപരിപാടികൾ ആസ്വദിക്കുവാനാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരില്ല. കാരണം ഈ പരിപാടി തുടങ്ങേണ്ടത് 6:30 മണിക്കാണ്. നിങ്ങളിൽ പലരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് മനസ്സിലായി, നോട്ടീസ് നോക്കിയപ്പോൾ ഉദ്ഘാടന സമ്മേളനം 5:30-ക്കാണ്. അപ്പോൾ 6:30 ആകുമ്പോൾ അത് തീരും. കലാപരിപാടി 6:30-ക്ക് തുടങ്ങും. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം 6:30-ക്ക് ശേഷം വന്നതെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ബുദ്ധിമാനായ രാമേന്ദ്രൻ 6:30-ക്ക് ഈ ഉദ്ഘാടന സമ്മേളനം തുടങ്ങിയുള്ളൂ. നിങ്ങളിപ്പോൾ കൈയടിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഞങ്ങൾ എത്രയും പെട്ടെന്ന് പ്രസംഗിച്ചിട്ട് ഇവിടെ നിന്ന് മാറിത്തരണം, ഞങ്ങൾക്ക് ഈ പാട്ടൊന്ന് കേൾക്കണം. അതും മനസ്സിലായി. കൈയടിക്കുന്നതിൻ്റെ പിന്നെ രഹസ്യമൊക്കെ ഞങ്ങൾക്കും അറിയാമല്ലോ. കുറേ കാലമായി കയ്യടി ഞങ്ങൾ കേൾക്കുന്നതല്ലേ. കുറേ ദീർഘമായി പ്രസംഗിച്ചാൽ നിങ്ങൾ കയ്യടിയുടെ ശക്തി കൂട്ടും. എന്തിനാണെന്നറിയാമോ? പ്രസംഗത്തിൻ്റെ നിങ്ങളുടെ ഇഷ്ടം കൊണ്ടല്ല, അങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അടിക്കുന്നവരും ഉണ്ട്. പക്ഷെ ആ അടി തുടങ്ങാൻ ഞാൻ നിങ്ങൾക്ക് അവസരം ഇപ്പോൾ തരുന്നില്ല. കാരണം അത് ആ അവസരം തന്നാൽ പിന്നെ എനിക്ക് നഷ്ടം മുഴുവൻ എനിക്കാണല്ലോ. ഇതിൻ്റെ നഷ്ടം മുഴുവൻ അനുഭവിക്കുന്നത് ഞാനൊരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊരവസരം തരാതെ എത്രയും പെട്ടെന്ന് ഈ വേദി ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ, പക്ഷെ അധ്യക്ഷൻ സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ അധ്യക്ഷൻ്റെ നല്ല മനസ്സുകൊണ്ട് വയലാർ സാംസ്കാരിക വേദിയിൽ വരുമ്പോൾ വയലാർ എന്ന വ്യക്തി, വയലാർ ഇപ്പോൾ മരിച്ചിട്ട് എത്ര വർഷവും മരിച്ചിട്ട്
49 വർഷമായി മരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വയലാറിനോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വയലാറുമൊത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വയലാറിനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മിണ്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മരിച്ചിട്ട് 49 വർഷമായി എന്നുള്ളത് ഓർക്കണം. അപ്പം അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മകൻ, ഞാനും, ശരത്ചന്ദ്രൻ എറണാകുളത്ത് ഒരു സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. കളമശ്ശേരിയിലെ ഒരു സ്കൂളിൽ, വളരെ പ്രശസ്തമായ സ്കൂളാണ്. രാജഗിരി സ്കൂൾ എന്ന് കേട്ടിട്ടുണ്ടാവും. എറണാകുളത്ത് വളരെ പ്രശസ്തമായ സ്കൂളാണ്. അന്ന് ആ സ്കൂളിലാണ് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. വയലാറിൻ്റെ മകൻ അന്ന് അവിടെ പഠിക്കുകയാണ്. അപ്പം ഞങ്ങളൊരു ദിവസം ഷോപ്പിംഗ് കഴിഞ്ഞ് എറണാകുളത്തുനിന്ന്, അന്ന് കാറുകൾ വളരെ കുറവാണല്ലോ, ഞങ്ങൾ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ വാർഡനും ഞാനും ഒരു കറുത്ത അംബാസഡർ കാർ ഞങ്ങളുടെ മുന്നിൽ കൊണ്ട് ചവിട്ടുന്നു. ഡ്രൈവർ മുന്നിലിരുന്ന് ഓടിക്കുന്നു. പുറകുവശത്ത് സാക്ഷാൽ വയലാർ. എന്നെ കണ്ട് നിർത്തിയതല്ല, ഹോസ്റ്റലിൻ്റെ വാർഡൻ, ഒരു ഫാദറാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മകൻ താമസിക്കുന്ന ബോർഡിങ്ങിലെ വാർഡനാണ് നിൽക്കുന്നത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് കളമശ്ശേരി വരെയുള്ള ഏതാണ്ട് 1.25 മണിക്കൂർ, അന്ന് റോഡ് ഇത്ര സൗകര്യങ്ങളുള്ളൊരു സമയമില്ലല്ലോ, അത്രയും സമയം എനിക്ക് വയലാറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കറുത്ത അംബാസഡർ കാറിലിരുന്ന് യാത്ര ചെയ്യുവാനും സംസാരിക്കാനും, അന്ന് എനിക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ച് എനിക്കൊരു ഇതില്ലല്ലോ, കാറ് വന്ന് കയറിപ്പോയി. പക്ഷെ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ എത്ര പേർക്ക് ആ ഭാഗ്യം നുകരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വയലാർ എന്ന് പറയുന്ന വിശ്വകവി എന്നോ അല്ലെങ്കിൽ നമ്മുടെ മലയാളം മരിച്ചാലും മരിക്കാത്തൊരു ഗാനരചയിതാവ്, കാലം എത്ര കഴിഞ്ഞാലും അദ്ദേഹം എഴുതിയ കവിതകൾ മനസ്സിൽ നിന്നും മായ്ക്കാൻ കഴിയാത്ത പ്രശസ്തനായ കവി അല്ലെങ്കിൽ ഗാനരചയിതാവ്, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാറിൽ സഞ്ചരിക്കാൻ, സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രം കിട്ടിയൊരു, ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയൊരു മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ, ഞാനിപ്പോഴും സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് പഠിച്ചതുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് വയലാറിനോടൊപ്പം വർത്തമാനം പറയാൻ അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് സഞ്ചരിക്കാനും കിട്ടിയെന്നുള്ളത് ഞാൻ വയലാർ സാംസ്കാരിക വേദിയിൽ വരുമ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞു പോകുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ ധന്യമായ ഒരു നിമിഷമായിരുന്നുള്ള ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ വയലാർ എഴുതിയ പാട്ടുകൾ, നിങ്ങൾക്ക് ഇന്നത്തെ പാട്ടുകൾക്ക് അർത്ഥമുണ്ടോ? ഏതെങ്കിലും പാട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ മനുഷ്യൻ ഓർക്കുമോ? പക്ഷെ വയലാറിൻ്റെ വരികൾ 50 അല്ല 500 കൊല്ലം കഴിഞ്ഞാലും വയലാറിൻ്റെ വരികൾ നിലനിൽക്കും. ഇന്നും നമ്മുടെ മനസ്സിൽ കേൾക്കുന്ന 1000 പാട്ടുകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിലും വയലാറിൻ്റെ ഒരു 100 വർഷം മുമ്പുള്ളൊരു പാട്ട് കേട്ടാൽ അത് നമുക്ക് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ആ വരികൾ അത്രയേറെ ശക്തമായ വരികൾ. അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ എഴുതിയ വരികൾ കൊണ്ട് ഈ രാജ്യത്തെ ഭരണമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നിട്ടുണ്ട്. അത്രയേറെ ശക്തമായ വരികളിലൂടെ ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് വയലാർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അതിശയോക്തിയുമില്ല. ഇന്നത്തെ പാട്ടെഴുത്തുകാർ ആരൊക്കെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അന്നോ ഒരു 50-60 കൊല്ലങ്ങൾക്ക് മുമ്പ് റേഡിയോ തുറന്നാൽ പാട്ട് കേട്ടാൽ നമുക്കറിയാം ഇത് വയലാറിൻ്റെ വരികളാണ്. അന്ന് വയലാറിന് തുല്യനായി ഒരു വയലാറുമില്ലായിരുന്നു. ഇനി വയലാറിന് തുല്യനായ ഒരു വയലാർ ഉണ്ടാകാനും പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഉണ്ടാവുമോ? അപ്പോൾ അങ്ങനെയുള്ളൊരു വയലാറിൻ്റെ സ്മരണ നിലനിർത്താൻ ഈ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിയുന്നു എന്നുള്ളതും പുതിയ തലമുറയ്ക്ക് വയലാറിനെക്കുറിച്ച് പഠിക്കാൻ പ്രചോദനം നൽകുന്നതുമാണ് വയലാറിൻ്റെ പേരിലുള്ള ഈ സാംസ്കാരിക സമിതിയുടെ സമ്മേളനങ്ങളും പരിപാടികളുമെല്ലാം. കാലമെത്ര കഴിഞ്ഞാലും പുതിയ പുതിയ തലമുറയ്ക്ക് വയലാർ ആര് എന്ന് മനസ്സിലാക്കാനുള്ള പ്രചോദനം നൽകുന്നത് വയലാറിൻ്റെ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് ഉരുവിടുമ്പോഴാണ്. അതിന് വയലാറിൻ്റെ പേര് ഏറ്റവും അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങൾ, പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട്
മുന്നോട്ട് പോകുന്നൊരു മഹാപ്രസ്ഥാനമായി നമുക്ക് വയലാർ സാംസ്കാരിക വേദിയെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള പിന്തുണ നൽകുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന മണക്കാട് രാമേന്ദ്രൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ സംഘാടകരെയെല്ലാം നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട്, ആദരവ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ആദരവാണ്. കാരണം ബഹുമാനപ്പെട്ട MLAക്ക് ഇത് കഴിഞ്ഞാൽ പോകേണ്ടതുണ്ട്. 3-4 വ്യക്തികളെ ഞങ്ങളിവിടെ ഈ വേദിയിൽ ആദരിക്കുകയാണ്. ഇന്ന് ഈ ഗാനമേള നയിക്കുന്ന പ്രശസ്ത ഗായകൻ ശ്രീമാൻ തേക്കടി രാജൻ അവറുകളെ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ആദരിക്കുന്നു ഞങ്ങൾ. അടുത്തതായിട്ട് സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ, 30ഓളം സിനിമകളിൽ ഇതിനകം പാടിക്കഴിഞ്ഞ ശ്രീ ഖാലിദിനെ ഞങ്ങൾ ബഹുമാനപൂർവ്വം ആദരിക്കുന്നു. അടുത്തതായി മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ ചലച്ചിത്ര പിന്നണി ഗായിക സിന്ധു പ്രതാപിനെ ഞങ്ങളുടെ സ്നേഹം നൽകി ആദരിക്കുന്നു. അടുത്തതായിട്ട് ഇന്നിവിടെ നൃത്യങ്ങൾ അവതരിപ്പിച്ച നിംസ് കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ കാര്യദർശി ശ്രീമതി ആര്യയെ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ആദരവ്. 7:05 തന്നെ ഗാനമേള ആരംഭിക്കുന്നതാണ്. അടുത്തതായിട്ട് 2 വാക്കുകൊണ്ട് ആശംസകൾ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രശസ്ത കവി ശ്രീമാൻ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ അവരുകളെ ക്ഷണിക്കുന്നു. വേദിയുടെ പ്രിയങ്കരനും ബഹുമാന്യനുമായ അധ്യക്ഷൻ, അതിലുപരി വയലാർ സാംസ്കാരിക വേദിയുടെ ഈ ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും എൻ്റെ ചിരകാല സുഹൃത്ത് എന്ന നിലയിലും ശ്രീ അഡ്വക്കേറ്റ് മുക്കമ്പാല രാധാകൃഷ്ണൻ അവർ, നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രിയും നമ്മുടെ MLAയും എൻ്റെ പ്രിയ സുഹൃത്തും ഒക്കെയായ അഡ്വക്കേറ്റ് ആൻ്റണി രാജു MLA അവർ, ഇവിടെ വയലാർ അനുസ്മരണം നടത്തുവാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ജയചന്ദ്രൻ കല്ലിങ്കൽ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തും വയലാർ രാമവർമ്മ സാംസ്കാരിക സമിതിയുടെ കൺവീനർ എന്ന നിലയിലും പ്രസാധകൻ എന്ന നിലയിലും സംഘാടകൻ എന്ന നിലയിലും ഒക്കെ തന്നെ ബഹുമാന്യനായ ശ്രീ G. വിജയകുമാർ, കൃതജ്ഞത പറയുന്ന വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ട്രഷറർ എന്ന നിലയിൽ, അതിലുപരി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള സാഹിത്യ, സിനിമ, രാഷ്ട്രീയ, ചരിത്രത്തിൻ്റെ ഏടുകളടങ്ങുന്ന വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ കണ്ട് അതിശയിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ ഉടമയായ ശ്രീ ഗോപൻ ശാസ്ത്രമംഗലം. എനിക്ക് ഏറ്റവും ബഹുമാന്യനായ ഈ പരിപാടികളെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായി ആസൂത്രണം ചെയ്ത് 10-17 കൊല്ലമായിട്ട് നിരവധി സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും അംഗീകരിക്കുകയും ശ്രദ്ധേയമായ പരിപാടികൾ ആസൂത്രണം ചെയ്ത്, ക്യാമ്പുകൾ ആസൂത്രണം ചെയ്ത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സമിതിയായി മാറിയ ഈ സമിതിയുടെ ബഹുമാന്യനായ മണക്കാട് രാമചന്ദ്രൻ, അതുപോലെ തന്നെ എനിക്ക് പ്രിയങ്കരായ ഒത്തിരി പേരുണ്ട്. ഡോക്ടർ G. രാജ്മോഹൻ അവർ, ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരി, ഇവിടെ ഇന്ന് നമ്മൾ ആദരിച്ച ബഹുമാന്യനായ ഗായകർ ഉണ്ട്. തേക്കടി രാജൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഖാലിദ്, അതുപോലെ പ്രിയപ്പെട്ടത് ബഹുമാന്യയായ ശ്രീമതി സിന്ധു പ്രതാപ്, ഇവിടെ നമ്മുടെ അതിശയത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിച്ച നമ്മുടെ നിംസ് ഹോസ്പിറ്റലിൻ്റെ BSc നഴ്സിങ്ങിന് പഠിക്കുന്ന, ഞാൻ 3 കോളേജിൽ BSc നഴ്സിങ്ങിന് പഠിപ്പിക്കുന്ന ആളാണ്. ഗോകുലം, അനന്തപുരി, കിംസ്, പക്ഷേ ഈ വർഷം മുതൽ കിംസിൽ മാത്രമേ ക്ലാസ് എടുക്കുന്നുള്ളൂ. സോഷ്യോളജി പഠിപ്പിക്കുക. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടികളുടെ ഈ കലാപരിപാടികൾ പലയിടത്തും ഓർഗനൈസ് ചെയ്തിട്ടുള്ളതിൻ്റെ എനിക്കതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ആര്യ മാഡം വളരെ നന്നായി തന്നെ അത് ചെയ്തു എന്നുള്ളതും ആ കുട്ടികൾക്കെല്ലാം നമ്മളെയൊക്കെ അതിശയിപ്പിച്ച പ്രകടനങ്ങളായിരുന്നു ഇവിടെ. പാട്ടായിരുന്നാലും നൃത്തമായിരുന്നാലും മറ്റ് നാടൻ പാട്ടായിരുന്നാലും ഒക്കെ എന്തായാലും വളരെ ഹൃദ്യമായിരുന്നു.
ഇനി ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോ ഈ വേദിയിലിരിക്കുന്നതെന്ന് അറിയില്ല. എല്ലാവർക്കും നമസ്കാരം. ദീർഘമായി ഒരു സംസാരം ഇല്ല, കാരണം നമുക്ക് പാട്ടാണ് ഏറ്റവും വലുത് എന്ന് ഞാൻ പറയും. ഞാൻ 3-4 സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുള്ള ആളാണ്. 1996 ആദ്യ സിനിമയ്ക്ക് പാട്ട് എഴുതുന്നത്. പിന്നീട് 3 പാട്ടുകൾ മറ്റ് കാലയളവിലായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞത് ഇത്രയും സാഹിത്യവും മാധുര്യവും ഒന്നും വേണ്ട, പാട്ടിന് അടിപൊളിയായിരിക്കണം. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് എഴുതാനേ പറ്റത്തില്ല. ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും അടിപൊളി പാട്ട് എഴുതാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാൻ ആക്ഷേപിക്കുകയല്ല, പക്ഷെ നമുക്ക് വയലാറിനെ ഈ പാട്ടിൻ്റെ വസന്തത്തിലെ ഏറ്റവും സുഗന്ധമുള്ള പുഷ്പമായിട്ട് ഉയർത്തിക്കാട്ടുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വയലാറിൻ്റെ പാട്ടുകൾ ആരും മറക്കത്തില്ല. ഒരിക്കൽ കേട്ടിട്ടുണ്ടെങ്കിൽ ആരും ജീവിതത്തിൻ്റെ തത്വങ്ങൾ, അല്ലേ, ജീവിതത്തിൻ്റെ ഫിലോസഫി, തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വയലാറാണ് എന്നുള്ളതാണ്. ONVയും വയലാറും P. ഭാസ്കരനും ഒക്കെ തന്നെ ഒരേ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കാലഘട്ടത്തിൽ വന്നവരാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കാൻ വയലാറിനെ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കവിതയും അതുപോലെയാണ്. ഈ സമൂഹത്തിന് പരിവർത്തനം ഉണ്ടാക്കുവാൻ അത് സാധ്യമാകുന്ന ഒരു കലയ്ക്കും സാഹിത്യത്തിനും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ ദുഷ്ചിന്തകളെയും ദുഷ്പ്രവണതകളെയും അതുപോലെ ദുരാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയൊക്കെ മനസ്സിലാക്കി അതിനെതിരെ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചലിക്കുന്ന തൂലികകളാണ് യഥാർത്ഥ സാഹിത്യം അല്ലെങ്കിൽ കല എന്നൊക്കെ പറയുന്ന. ഒരു കാർട്ടൂൺ കൊണ്ട് സമൂഹത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഞാനും പഠിച്ചു. ഒരു ഒറ്റ പാട്ട് മതി ഈ സമൂഹത്തെ മാറ്റിമറിക്കുവാൻ. അത് വയലാറിനെ നമുക്ക് എന്നും സാക്ഷിയായി നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുചേലൻ കുഞ്ഞനൻ നായർ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ചൂഷണത്തിനെതിരെ വയലാർ എഴുതിയ ഒരു കവിത. വേറെ കവിതകളുണ്ട്, ഞാൻ പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു കഥകളി മുതലാളി കുചേലൻ്റെ വേഷം ചെയ്യുന്ന ആ കലാകാരനെ ചൂഷണം ചെയ്യുന്നതാണ്. ആരും കൈകാര്യം ചെയ്തിട്ടില്ലാത്ത പ്രമേയവും വിഷയവുമാണ്. ഈ കുചേലൻ്റെ 3 മക്കളും ഭാര്യയുണ്ട് വീട്ടിൽ. പക്ഷേ ഈ കുചേല വേഷം ചെയ്യുന്ന കലാകാരന് കിട്ടുന്നത് വളരെ തുച്ഛമായ കൂലി. അപ്പോൾ ഈ അഭിനയിക്കുന്നവർക്കെല്ലാം തന്നെ തുച്ഛമായി കൂലി കൊടുക്കുകയും കുചേലിന് ഏറ്റവും കുറച്ച് കൂലി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മുതലാളി ശ്രീകൃഷ്ണൻ്റെ വേഷമാണ് ചെയ്യുന്നതെന്നാണ്. കൃഷ്ണൻ്റെ വേഷം സഹിക്കാൻ വയ്യാതെ എത്രയോ വേദികൾ കഴിഞ്ഞപ്പോൾ അവസാനം കുചേലൻ ശ്രീകൃഷ്ണൻ്റെ കരണത്തടിക്കുകയാണ്. എടാ, നിൻ്റെയോടൊപ്പം ഇത്രയും കാലം ഞാൻ ഈ നിലത്ത് ചവിട്ടി, എന്നിട്ട് എനിക്ക് നീ തരുന്നത് തുച്ഛമായ കൂലി. തൊഴിലാളിക്ക് അർഹമായ കൂലി കൊടുക്കണമെന്ന് ആദ്യമായിട്ട് ഒരു കവിതയിലൂടെ വയലാർ എന്നെ ഓർമ്മിപ്പിച്ചു എന്നുള്ളത്. അതാണ് വിപ്ലവം, അതാണ് മാറ്റം. ഒരിസവുമല്ല, അതാണ് മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊന്തയും പൂണൂലും അദ്ദേഹം നിരീശ്വരവാദി എന്നൊക്കെ എല്ലാവരും പറയും. ശാസ്താവിനെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചും, അല്ലേ, ദൈവങ്ങളെക്കുറിച്ച്, അമ്മമാരെക്കുറിച്ച്, സഹോദരിമാരെക്കുറിച്ച് ഏറ്റവും ശക്തമായ തൂലിക ചലിപ്പിച്ചത് വയലാറാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നു. ആ വയലാറിനെ ഓർമ്മിക്കുവാൻ 17 കൊല്ലമായിട്ട് എൻ്റെ സുഹൃത്തുക്കളായ മുക്കമ്പാല രാധാകൃഷ്ണനും അതുപോലെ തന്നെ മണക്കാട് രാമചന്ദ്രനും വിജയകുമാർ സാറും ഗോവൻ ശാസ്തമംഗലവും അവരോടൊപ്പം നിൽക്കുന്ന ശ്രീവത്സൻ നമ്പൂതിരിയും രാജ്മോഹനും എല്ലാവരും ചേർന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആദരിക്കേണ്ടത് അവരെയാണ്. ഞാൻ 54 കൊല്ലമായിട്ട് എഴുതുന്ന ആൾ. ആദ്യത്തെ നാടകം എഴുതുന്നത് ബഹുമാന്യനായ ആൻ്റണി രാജു അവർകളും ഞാനും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസം. ഞാൻ അണ്ണനാണ്, അദ്ദേഹം അനിയനാണ്. 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. കാരണം മാർവാനീസ് പഠിച്ചവരാണ് ഞങ്ങളൊക്കെ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ഞാൻ പോയി. 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം യുവാനിസിൽ വരുന്നത്. ജയകുമാറും ജഗദീഷ് ശ്രീകുമാറും ഒക്കെ എൻ്റെ 2 വർഷത്തെ സീനിയറായിട്ട് മാർവാനീസ് കോളേജിൽ പഠിച്ചതാണ്. ഞാൻ 70 ആദ്യ നാടകം എഴുതുന്നത്. 54 വർഷം കഴിഞ്ഞിരിക്കുന്നു. 70 ആദ്യ നാടകം, എൻ്റെ 17 വയസ്സിൽ ആദ്യ നാടകം എഴുതുന്നത്. അതിനുശേഷം അത് അവതരിപ്പിക്കുവാനും അതിനുശേഷം എനിക്ക് സൈലൻ്റ് വാലി എന്ന നാടകത്തിലൂടെ സിനിമാ നടൻ പ്രേംകുമാറിനെ രംഗത്തേക്ക് കൊണ്ടുവരുവാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട്, കലാകാരന്മാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികളെ എന്നെ കഴിഞ്ഞ പ്രാവശ്യവും ഒരു കവിയരങ്ങിന് വിളിച്ചു, ഇപ്പോൾ സാംസ്കാരിക യോഗത്തിന് വിളിച്ചു. ആത്മാർത്ഥമായ കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവിടെ നടക്കുന്ന ഗാനമേള
നമുക്ക് കേൾക്കാനുള്ള അവസരമുണ്ട്. ആരും പോകരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രശസ്തരായ ഗായകരെ അനുഗ്രഹിക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഈ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് നിംസ് കോളേജിൻ്റെ ആര്യ ടീച്ചർ മാത്രം 2 വാക്ക് സംസാരിക്കുന്നു. ബാക്കി എല്ലാ ഗായകരും അവരുടെ ആശംസകൾ അവരുടെ ഗാനങ്ങളിലൂടെ അർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ നിംസ് കോളേജ് ഓഫ് നഴ്സിംഗിലൊരു ലെക്ചറാണ്. നിംസ് മെഡിസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, അതൊരു ആരോഗ്യ മേഖലയാണ്. നമ്മൾ രോഗികളും ഡോക്ടേഴ്സും നഴ്സും നമ്മുടെ പാരാമെഡിക്കൽ സ്റ്റാഫ് അങ്ങനെയുള്ള ഒരു ലോകമാണ്. അവിടെ ഇങ്ങനൊരു വേദിയിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കും ഇതുപോലെ വലിയ വലിയ മഹത്കരമായ പേഴ്സണാലിറ്റീസിനെ ഓർക്കാനും ഓർമ്മിപ്പിക്കാനും ഇപ്പം സാറ് പറഞ്ഞായിരുന്നു, അടുത്ത് വരുന്നൊരു ജനറേഷന് ഒരു പക്ഷേ വയലാറിനെ കുറിച്ച് ചോദിച്ചാൽ അറിയുമോ എന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടാണല്ലേ. പക്ഷെ ഞങ്ങളുടെ സ്റ്റുഡൻസിന് അറിയിക്കും. കാരണം കഴിഞ്ഞ കൊല്ലം ഇതേ വേദിയിൽ കഴിഞ്ഞ കൊല്ലവും ഞങ്ങളുടെ സ്റ്റുഡൻസ് വന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ട്, അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കുട്ടികൾക്കും ഒരു വേദി ഒരുക്കി അടുത്തൊരു ജനറേഷനും ഇങ്ങനെ ഒരു മഹത് വ്യക്തി ജീവിച്ചിരുന്നു, ഇങ്ങനെയായിരുന്നു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു സൊസൈറ്റിയാണ്. അതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൻ്റെ ഓരോ ഭാരവാഹികളോടും. ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനൊരു വേദി ഒരുക്കി തന്നതിനും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഈ ചടങ്ങിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ ട്രഷറർ ശ്രീ ഗോപൻ ശാസ്ത്രമംഗലത്തെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉള്ള അധീനായ ബഹുമാന്യരെ, ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ സാറിനെ ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വയലാറിനോടൊപ്പം സഞ്ചരിച്ച ബഹുമാനപ്പെട്ട MLA ആൻ്റണി രാജു അവരുകളെ ആദരപൂർവ്വം ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ G. വിജയകുമാർ, ആശംസ അറിയിപ്പിച്ച ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ശ്രീ ഖാലിദ്, തേക്കടി രാജൻ, സിന്ധു പ്രതാപ്, ആര്യ, മണക്കാട് രാമേന്ദ്രൻ ചേട്ടൻ തുടങ്ങി എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇവിടെ എത്തിയ എല്ലാ സന്മനസ്സുകൾക്കും നന്ദി, നമസ്കാരം. യോഗം അവസാനിക്കുന്നു.